ഹലോ മുത്തുകളെ, സത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകൾ, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. കീടനിയന്ത്രണം, പെസ്റ്റ് കൺട്രോൾ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ സംയോജിത കീടനിയന്ത്രണം. എല്ലാ പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത കീടനിയന്ത്രണം. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആദ്യം ഇതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കുക. അതായത് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, അതാണല്ലോ പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താ ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ അങ്ങോട്ടേക്ക് വരുന്ന ആ കൃഷി നശിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്ന പെസ്റ്റുകൾ, കീടങ്ങൾ, ആ കീടങ്ങളെ മൊത്തത്തിൽ കൊന്നൊടുക്കുക. മൊത്തത്തിൽ കൊന്നൊടുക്കുക, അതല്ല ഇൻറ്റിഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. മൊത്തത്തിൽ കൊന്നൊടുക്കുന്നതിന് പകരം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അതാണെന്ത്? ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ടു കിൽ ആൾ ദ പെസ്റ്റസ്. എല്ലാ പെസ്റ്റിനെയും കൊല്ലലല്ല, ബട്ട് കൺട്രോൾ ദെയർ മൾട്ടിപ്ലിക്കേഷൻ വിത്തൗട്ട് എനി ഹാം ടു ദ ക്രോപ്സ്. അതായത് ക്രോപ്പുകൾക്കും വിളകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാതെ അവരുടെ കൺട്രോൾ ദെയർ മൾട്ടിപ്ലിക്കേഷൻ, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ പെറ്റുപെരുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നതല്ല, പകരം വിളകൾക്ക് നാശനഷ്ടമുണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ മാർഗം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ലോജിക്ക്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിലൊക്കെ എന്താണ് പോപ്പുലേഷൻസ് കൂടുതലാണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വികസനത്തിനെയും മറ്റേതിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാ ആൾക്കാരെയും കൊല്ലാം. എന്നിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ വെടിവെച്ച് കൊല്ലലുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ഈ പോപ്പുലേഷൻ കൂടാൻ കാരണമായുള്ള കുറേ പരിപാടികളുണ്ടല്ലോ. ലൈക്ക് റീപ്രൊഡക്ഷൻ്റെ കൗണ്ട് കുറക്കുക. ലൈക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും പോയിട്ട് വെടിവെച്ച് കൊല്ലലുണ്ടോ? പണ്ട് ചൈനയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവരുടെ പോപ്പുലേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുപാട് മെത്തേഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗവൺമെന്റ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ എല്ലാവരും വെടിവെച്ച് കൊല്ലല്ല. അപ്പം അതേപോലെ ഇവിടെ എല്ലാ പെസ്റ്റുകളെയും കൊല്ലുന്നതിന് പകരം അവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യുക. അതാണ് എന്ത്? ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഡൗട്ട്, എങ്ങനെ ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുക? എങ്ങനെയാണ് ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യുക? ബുദ്ധിയുണ്ട്, പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരും. അതായത് എങ്ങനെ ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യുന്നു ചോദിച്ചാൽ യൂസിങ് കൈൻഡ്സ് ഓഫ് നെറ്റ്സ് ആൻഡ് ട്രാപ്സ്. അതായത് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, യാന്ത്രിക കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ അതായത് യൂസിങ് നെറ്റ്സ് ആൻഡ് ട്രാപ്സ്, വലകളും കെണികളൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ കീടങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക, എന്നിട്ട് അങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റസ്, മിത്രകീടങ്ങൾ ഉപയോഗിക്കുക. മിത്രകീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങളെ ഭക്ഷിക്കുന്ന ചില ജീവികളുണ്ടാവും, അത് ഐറ്റങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയിടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതൊരു ഭക്ഷണമാവും. അങ്ങനെ എന്ത് ചെയ്യാം? ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചില വെറൈറ്റി ഓഫ് സീഡ്സ് ഉപയോഗിക്കുക. ആ സീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സീഡ്സിന് യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് നോട്ട് ഓഫ് ഫാമിംഗ് ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അതായത് നമ്മൾ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറക്കാൻ പറ്റുന്ന, ഈ കീടബാധയൊക്കെ ചെറുക്കാൻ കഴിയുന്ന ചില വിത്തിനങ്ങൾ ഉണ്ടാവും. അതായത് ഈ പെസ്റ്റുകൾ ഇനി അറ്റാക്ക് ചെയ്താലും കുഴപ്പമില്ല, അതിനൊക്കെ ഒപ്പോസ് ചെയ്യാൻ കഴിവുള്ള ചില ടൈപ്പ് ഓഫ് വിത്തുകൾ ഉണ്ടാവും. അത്രത്തോളം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ചില വിത്തിനങ്ങൾ ഉണ്ടാവും. ടിഷ്യൂ കൾച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള വിത്തുകൾ, അത്തരത്തിലുള്ള വിത്തുകൾ യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള വിത്തുകൾ യൂസ് ചെയ്താൽ പിന്നെ ഈ പെസ്റ്റുകൾ വന്നാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം ആ പെസ്റ്റുകൾ ഇതിനെ അറ്റാക്ക് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യില്ല, ഇതിനെ പ്രത്യേകിച്ചൊന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. മെയിനായിട്ട് നെറ്റ്, ട്രാപ്പൊക്കെ യൂസ് ചെയ്യുക, വലകളും കെണികളും ഉപയോഗിക്കുക, മിത്രകീടങ്ങൾ ഉപയോഗിക്കുക, ഫ്രണ്ട്ലി പെസ്റ്റസിനൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? മൊത്തത്തിൽ കീടങ്ങളെ കൊന്നൊടുക്കുന്നതിന് പകരം അവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യുക. അതാണ് എന്ത്? ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. പരീക്ഷയ്ക്ക് ഈ ഫസ്റ്റുള്ള ഈ ഡെഫിനിഷൻ ഇല്ലേ, ഇത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും, നോ പ്രശ്നം. ഓക്കെ അല്ലേ? പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇത് എങ്ങനെ സാധ്യമാവാം എന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ പോസിബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ എഴുതി വെക്കുക. യൂസിങ് നെറ്റ് ആൻഡ് ട്രാപ്സ്, യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റസ് എന്നൊക്കെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ഈ പരീക്ഷയ്ക്ക് ഇതും കൂടി പഠിച്ചു വെക്കണം. ഈ പെസ്റ്റുകളുടെ ഓരോ ഫോട്ടോ, നമ്മുടെ 3 പെസ്റ്റുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത 3 ഫോട്ടോകളാണ്. ഇതിൽ ഇവൻ കായതുരപ്പൻ, അതായത് പോഡ് ബോറർ, കായതുരപ്പൻ, പോഡ് ബോറർ, ഇത് പയറിലാണ് ഉണ്ടാവുക. പയർ. ഓക്കെ. ഇവൻ ഇല ചുരുട്ടിപ്പുഴു, ഇല ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ തിന്നും. എന്നിട്ട് ഇലന്റെ ഭാഗമൊന്നും അവിടെ കാണാണ്ടാവില്ല, ഒക്കെ ഇത് തിന്നിക്കും, ബോസ് തിന്നിക്കും. ഇത് വെണ്ടയിലാണ് ഉണ്ടാവുക. ഇതിന്റെ പേരാണ് ലീഫ് റോളിംഗ് കാറ്റർപില്ലർ. ഇനി അടുത്തത് ഇവൻ എന്താണ്? തണ്ടുതുരപ്പനാണ്. ഇതെന്തായിരുന്നു? കായതുരപ്പൻ. ഇതെന്താണ്? തണ്ടുതുരപ്പൻ. ഈ തണ്ടുതുരപ്പിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, തണ്ടുതുരപ്പന്റെ ഇംഗ്ലീഷ് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഓക്കെ, ഗുഡ് ബൈ.